ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡം. വളരെയധികം ഫ്ലക്ച്വേഷൻ ഉണ്ടായ മാർക്കറ്റാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ മാർക്കറ്റ്. അതായത് മാർക്കറ്റ് ബൈയിലേക്ക് പോവുക, അതേപോലെ അടിച്ചിറങ്ങുക, തിരിച്ചു കയറുക. അപ്പോൾ ഒരുപാട് ഫ്ലക്ച്വേഷൻ മോർണിംഗിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ബൈ ട്രേഡിലേക്ക് പോയത്. അതും വലിയൊരു ഹൈക്ക് ഉണ്ടായിരുന്നില്ല. മാർക്കറ്റ് ഒരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ 27 ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ്. പിന്നെ അത് ബാങ്ക് നിഫ്റ്റിയിൽ വന്ന പെർഫോമൻസ് ഞാൻ കാണിക്കാം. പിന്നെ രാവിലെ ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ റേറ്റ് നമുക്കിവിടെ കാണാം. പിന്നെ ഇതിനകത്ത് രാവിലെ ബൈസിക്കിൽ തന്നിട്ടുണ്ട്. രാവിലെ മാർക്കറ്റ് അടിച്ചിറങ്ങിയായിരുന്നു. ഇറങ്ങിയ ശേഷം കഴിഞ്ഞ ദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ, ഇതാണ് സെൽ സിഗ്നൽ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്ന് പോയത്. അപ്പം മാർക്കറ്റ് രാവിലെ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അടിച്ച് കുറച്ചിറങ്ങിയ ശേഷമാണ് തിരിച്ച് ബൈ കയറിയത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ബൈ വന്നത് 9:58 അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറയുന്നില്ല, ഒരു ഹൈക്കിൽ അടിച്ച് കയറിയെങ്കിലും സോഫ്റ്റ് അവിടെ കൺഫർമേഷൻ തന്നിരുന്നില്ല. കാരണം കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കാവൂ. ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും കൂടെ സെയിം മാച്ചിങ് ആണ്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ഉണ്ടെങ്കിലും താഴെ ഗ്രീൻ ഇല്ല. അപ്പോൾ ഇവിടെ ഗ്രീൻ വന്നതിന് ശേഷമാണ് നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് എൻട്രി കിട്ടിയത്. ഈ ഒരു ലെവലിൽ നിന്നാണ് നമുക്ക് ബ്രേക്ക് പോയത്. 50,186 നിന്ന് നമുക്ക് മാർക്കറ്റ് മേലെ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് 363 വരെ പോയ ശേഷം മാർക്കറ്റ് കുറച്ച് തിരിച്ചിറങ്ങി അതേ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഡൗൺ ഇറങ്ങാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇറങ്ങുന്നില്ല. പക്ഷേ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അവിടെ ഒരു ഡൗൺ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഡൗൺ ട്രേഡ് നമുക്ക് ആക്ച്വലി ലേറ്റസ്റ്റ് സെയിൽസിൽ വന്ന് നമുക്ക് എൻട്രിയും കൺഫർമേഷനും വന്ന് സപ്പോർട്ട് എടുത്ത് ആട്ടിറങ്ങിയിട്ടുണ്ട്. മോർണിംഗിൽ വന്ന് നിഫ്റ്റിയുടെ ബൈയും ഇതേപോലെ കൺഫർമേഷൻ വരാതെ ബ്രേക്ക് ഔട്ടിന് ശേഷം ഇവിടെ നിന്നാണ് കയറിയത്. അവിടെ നിന്ന് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഹൈക്ക് നമുക്ക് നിഫ്റ്റിയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഏത് സ്ട്രൈക്കാണോ നമുക്ക് കൺഫേം ആയി ഇവിടെ നിന്നാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ റേഞ്ചിൽ നമുക്ക് സ്ട്രൈക്ക് ആഡ് ചെയ്ത് 51,210 നമുക്ക് ബ്രേക്ക് ചെയ്ത പോർഷൻ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 100ൻ്റെ കോൾ ഓപ്ഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ബൈസിക്കിൽ ആ സമയത്ത് തന്നിട്ടുണ്ട്. അവിടുന്ന് കൺഫർമേഷൻ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കൺഫേം ആണ്, പിന്നെ ഇതിലേക്ക് കൺഫർമേഷൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ബ്രേക്ക് കിട്ടി 269 ബ്രേക്ക് ചെയ്ത് നേരെ മാർക്കറ്റ് കയറി 379 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു 100 പോയിന്റ്സോളം നമുക്ക് നല്ല റേഞ്ചിൽ കിട്ടിയൊരു മാർക്കറ്റാണ്. അപ്പോൾ നല്ലൊരു ഓപ്ഷനിൽ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ബ്രേക്ക് ഔട്ട് നമ്മുടെ സോഫ്റ്റ് കാണിച്ചത്. ഫേക്ക് അപ് ഡൗൺസ് ഒക്കെ ഒരുപാട് ഒഴിവാക്കാൻ നമ്മുടെ ഈ ലേറ്റസ്റ്റ് വെർഷൻ സ്ട്രാറ്റജിയിലൂടെ സാധിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.